ഒരു പക്ഷേ എളിമ കൊണ്ടോ അല്ലെങ്കിൽ വല്ലാണ്ട് ഇതിലേക്ക് ഇപ്പം നിരന്തരം പറയുന്നുണ്ട് എനിക്കൊരു കഴിവുമില്ല, ഞാൻ വളരെ ശരാശരിക്കാരനാണ്, അങ്ങനെ പോലും എന്നെ പറയാൻ കൊള്ളില്ല എന്ന് തന്നെ ഇക്ക ഇങ്ങനെ പോർട്രേ ചെയ്യുന്നു ഇക്കേനെ കുറിച്ച്. പക്ഷേ ഇക്ക അങ്ങനെ ഒരു കഴിവില്ലാത്തവനാണെങ്കിൽ ഇന്നിപ്പോൾ 63 ബേക്കറികൾ, 21 സിനിമകൾ, അതും സ്വയം കൈപ്പടയിൽ കഥ, തിരക്കഥ, സംവിധാനം എല്ലാം ചെയ്തു. ഇക്കയ്ക്ക് അത് തോന്നുന്നതാണ് ഇക്ക, അല്ലെങ്കിൽ ഇക്കയ്ക്ക് മനസ്സിലാവുന്നില്ല ഇന്നും ഇക്കയുടെ മഹത്വം എന്താണെന്ന്, അല്ലെങ്കിൽ കഴിവെന്താണെന്ന്? ആ, ഈ എഴുതാനൊക്കെ പ്രേരണ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പം എല്ലാ ദൈവം എല്ലാത്തിനും ചെറിയ ചെറിയൊരു കണിക തന്നിട്ടുണ്ടാവുമല്ലോ, എല്ലാ കഴിവുകളും തന്നിട്ടുണ്ടാവും. നമ്മൾ ഏതാണ് ഡെവലപ്പ് ചെയ്തെടുക്കുക അതിലേക്ക് പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ എഴുതാനുള്ളൊരു കഴിവും ചിന്തിക്കാനുള്ള കഴിവൊക്കെ തന്നിട്ടുണ്ട് എനിക്ക് പലപ്പോഴും. ഞാൻ ഒരു കഥ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആ ഒരു കഥ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ക്ലൈമാക്സ് വരെ എത്തിച്ച് മനസ്സിലൊരു കഥ രൂപപ്പെടുത്തിയെടുക്കാനൊക്കെയുള്ള അങ്ങനെ ഒരു കഴിവ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അത് കഥ രൂപപ്പെട്ട് ക്ലൈമാക്സ് വരെ എത്തിക്കഴിഞ്ഞാലാണ് എഴുതാനിരിക്കും. ഒരു സിനിമയായിട്ട് കഥ മുന്നിൽ വരും, അത് വന്നതിന് ശേഷമാണ് എഴുതാൻ പേപ്പറിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ ഞാനായിരിക്കും എഴുതാൻ, ചിലപ്പോൾ സ്റ്റാഫിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത് എഴുതിക്കും, മകളെ കൊണ്ട് എഴുതിക്കാറുണ്ട്. അങ്ങനെയൊക്കെ എഴുതിക്കാണ് കൂടുതൽ. ഞാൻ എഴുതുന്നതിനേക്കാണെങ്കിൽ കൂടുതൽ ഞാനിങ്ങനെ നടന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഒക്കെ എഴുതിക്കാറുണ്ട്. ചിലപ്പോൾ കഥ ഇല്ലാതെ തന്നെ തിരക്കഥയിലേക്ക് പോകാറുണ്ട്. ഞാൻ സിനിമ ആദ്യം മനസ്സിൽ ഡെവലപ്പ് ചെയ്തെടുക്കും ഒരു സിനിമ. ആ സിനിമ എടുത്തിട്ട് ക്ലൈമാക്സ് വരെ എത്തി, സിനിമയായി മനസ്സിൽ, പിന്നെ നമ്മൾ ഒന്നുപോലെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. പക്ഷെ അത് സിനിമയുടെ കാര്യത്തിൽ, ബിസിനസിന്റെ കാര്യത്തിലാണെങ്കിലും ഒന്നുമില്ലായ്മയിൽ നിന്നും ഈ 63 എണ്ണം എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമില്ല. കാരണം എറണാകുളത്തെ തന്നെയും ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ തന്നെ പല പല സ്ഥലത്ത് ഇക്കയുടെ ബേക്കറികളുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്നിപ്പോൾ സ്വന്തമാക്കി എടുക്കുക എന്ന് പറയുന്നത് തീരെ കഴിവില്ലാത്തൊരു പയ്യൻ ഇതൊന്നും നടക്കില്ലല്ലോ. അതെനിക്ക് കഴിവുണ്ടാകും തോന്നിയിട്ടില്ല. എൻ്റെ കസ്റ്റമർക്ക് എന്നോട് ഞാൻ ആലുവയിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ സംരക്ഷിച്ചത് ആലുവ, എന്നെ വളർത്തിയത് പെരുമ്പാവൂർ എന്നൊക്കെ ഞാൻ മുമ്പേ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിരുന്നു. എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ എൻ്റെ ബേക്കറി വളർന്നതെന്ന് എനിക്ക് ഇപ്പോഴും തോന്നിയില്ല. എളിമ കൊണ്ട് പറയുന്നില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എന്നോട് എന്തോ ആളുകൾക്ക് ഒരു ഇഷ്ടമുണ്ട്, ആലുവയിലും പെരുമ്പാവൂരിലൊക്കെ ആളുകൾക്ക് എന്നോടൊരു സ്നേഹമുണ്ട്. ആ സ്നേഹം കൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് എപ്പോഴും അറിയാം, പലപ്പോഴും എൻ്റെ ഫുഡിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവർ പതിയെ വന്നിട്ട് തിരക്കുണ്ടെങ്കിലൊന്നും പറയാതെ തിരക്ക് കഴിയും എന്നെ വിളിച്ചിട്ട് ഇന്ന സാധനം ചീത്തയായിരുന്നു കേട്ടോ തന്നത്, ശ്രദ്ധിക്കട്ടോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തിനവരങ്ങനെ പറയുന്നത്? അവർക്ക് വേണമെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ടായിക്കൂടെ, അല്ലെങ്കിൽ ദേഷ്യം ആർക്കാലും വരില്ലേ, ആ ദേഷ്യം എന്നോട് പ്രകടിപ്പിച്ചൂടെ? പക്ഷേ പലരും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് ഇപ്പോഴെനിക്ക് കുറച്ച് വിശ്വസിക്കുന്നുണ്ട്, എന്നോടൊരു സ്നേഹം അവർക്കില്ല, അവർക്കൂടെ വാത്സല്യം ഉണ്ട്. ഞാൻ റോഡ് മുറിച്ച് കിടക്കാൻ അറിയാത്ത ഒരാളായിരുന്നു ആലുവയിൽ വന്നപ്പോൾ, ആ ആളിൽ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഒരാളായി പ്രാപ്തനാക്കിയത് മറ്റാരൊക്കെയോ ആണ്. എൻ്റെ കഴിവാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും വിശ്വസിക്കാൻ, ഞാൻ എളിമ കൊണ്ട് പറയുന്നതല്ല, ഞാൻ അങ്ങനെ കഴിവുള്ള ഒരാളൊന്നും അല്ല. പക്ഷെ ഒരുപാട് പേർക്ക് എന്നോട് സ്നേഹമുണ്ട്, സംരക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും. അത് ഒരു ദൈവം നേരിട്ട് വരില്ലല്ലോ, അങ്ങനെ ഒരു സംരക്ഷണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. മുൻപ് ചെയ്ത പ്രവൃത്തിയുടെ ഗുണമാണോ എന്താണെന്ന് എനിക്കറിയില്ല, അങ്ങനൊരു സ്നേഹവും വാത്സല്യവും ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചുറ്റുവട്ടത്തുനിന്ന് ഒരുപാട് ആൾക്കാരുടെ സ്നേഹം അനുഭവിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇപ്പോൾ ഏറ്റവും റിസ്ക് ഉള്ള ഒരു ബിസിനസ് എന്ന് പറയുന്നത് തന്നെയാണ് ഹോട്ടൽ ബിസിനസ്, പ്രത്യേകിച്ച് ഫുഡ് ഇൻഡസ്ട്രി. അത് ബേക്കറികളിലായാലും ഹോട്ടൽ റെസ്റ്റോറൻറ്റിലേക്ക് വന്നാലും നമ്മൾ ഒരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അത് ഭയങ്കര തൊട്ട് മുന്നേ പറഞ്ഞ പോലെ അങ്ങനത്തെ സീനുകളാവാം, ഒരുപാട് ഇഷ്യൂസ് വരും, വേറൊരാളുടെ ഹെൽത്തിനെ തന്നെ ബാധിക്കുന്ന ഒരു ഇത് തന്നെയാണ്. അപ്പോൾ അത്രയും റിസ്ക് ഉള്ള ബിസിനസ്സിൽ ഇക്കയ്ക്ക് ഇങ്ങനെ വളരെ മൈൽഡായിട്ടുള്ള അനുഭവങ്ങളെ വന്നു പോയിട്ടുള്ളൂ, അല്ലാതെ വലിയ ചാലഞ്ചിങ് ആയിട്ടോ ഭയങ്കരമായിട്ടും മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻസിഡൻറ്റും ഉണ്ടായിട്ടില്ലേ ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ? ഇല്ല, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായില്ല. ഇല്ല, അത് കുറേയൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും സ്നേഹത്തോടു കൂടിയാണ് ഒരു പ്രശ്നം ഉണ്ടാവുന്ന എനിക്കുണ്ടായി. ഞാനെപ്പോഴും ടെൻഷനുള്ള ആളാണ്, കാരണം ഫുഡാണ്. ഇപ്പം എൻ്റെ കണക്ക് പ്രകാരം ഒരു ദിവസം ഒരു 75 വരെ 1,00,000 പേര് വരെ എൻ്റെ എന്തെങ്കിലും ഒരു സാധനം കഴിക്കും. ഏതാണ്ട് 1 ലക്ഷം പേര് കഴിക്കും. കാരണം ഒരു 10,000-40,000 സ്നാക്സ് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഒരാൾ ഒരു പരിപ്പൂടയിൽ കഴിക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ 40,000 പരിപ്പൂട വെക്കണ സ്നാക്സ് വെക്കണമെങ്കിൽ 40,000 പേരെങ്കിലും കഴിക്കണം. അങ്ങനെ പല ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വരുന്നവരുടെ 63 സ്ഥാപനങ്ങളിലുമായിട്ട് എനിക്ക് തോന്നുന്നു 1,00,000 പേരെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ടെൻഷനുണ്ട്. 1,00,000 പേര് എന്നെ വിശ്വസിച്ചുകൊണ്ട് എവിടെ നിന്നുണ്ടാക്കി എങ്ങനെ ഉണ്ടാക്കുന്ന അറിയാതെ കഴിക്കുന്നുണ്ട്. ആ ഒരു ആത്മാർത്ഥത ഞാനും കാണിക്കണം. ആ ഒരു ടെൻഷനും എനിക്കുണ്ട്. ഇങ്ങനെ ഇത്രയും കാലം പോയി, ഇനിയിപ്പോൾ എൻ്റെ ആഗ്രഹം
അങ്ങനെ തന്നെ പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ്. ആ പേരിന് അതൊരു ദൈവാധീനമൊക്കെ തട്ടാതെ, അല്ലേ? ആ പേരൊന്നും തട്ടാതെ നല്ല രീതിയിൽ പോകണം എന്നുള്ളതാണ്. പക്ഷെ എന്നാലും ബിസിനസ്സിലേക്ക് ഓരോ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുമ്പോഴായിക്കോട്ടെ, ഓരോ സ്റ്റാഫിനെ എടുക്കുമ്പോഴായിക്കോട്ടെ, മുറുകെ പിടിക്കുന്ന കുറച്ച് വാല്യൂസ് ഉണ്ടാവുമല്ലോ ബിസിനസ്സിൽ. ഇതുപോലെ പേരുകൾ ഇതുവരേക്കും ഒരു കുഴപ്പം വരാതെ പോകുന്നുണ്ട്. അപ്പം ഏതൊരു സ്റ്റാഫിനെ എടുത്തു കഴിഞ്ഞാലും ഓരോ ബ്രാഞ്ച് തുടങ്ങുമ്പോഴും അവരോട് പറയുന്നത് പ്രത്യേകിച്ചും എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം? ഫസ്റ്റ് ഹൈജീനിക്ക്, പിന്നെ ക്വാളിറ്റി സർവീസ്. ഈ 3 ഘടകങ്ങളാണ് വേണ്ടത്. ഈ 3 ഘടകം ഉണ്ടെങ്കിലും 3 ഘടകം ഉണ്ടോണ്ട് കഴിയില്ല. ഫുഡ് ടേസ്റ്റി ആയിരിക്കണം. ഹൈജീനിക്കുള്ള ഫുഡ് ടേസ്റ്റ് ആയിരിക്കണം എന്നില്ല. അതെ. ക്വാളിറ്റി ഉള്ള ഫുഡും ടേസ്റ്റ് ആയിരിക്കണം എന്നില്ല. അതെ. നല്ല സർവീസ് കൊടുത്താൽ ഫുഡിന് ടേസ്റ്റ് ഉണ്ടാവുന്നില്ല. ടേസ്റ്റ് നിലനിർത്തിക്കൊണ്ട് ഈ 3 കാര്യങ്ങളും ചെയ്യണം. ഓക്കെ, അതിൽ നിർബന്ധമാണ്. ടേസ്റ്റ് പ്രധാനമാണ്. ഈ 3 കാര്യവും നിലനിർത്തിക്കൊണ്ട് ടേസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഈ പറയുന്ന ഈ 63 സ്ഥലങ്ങളിൽ എല്ലാ ദിവസവും എങ്ങനെയെങ്കിലും ഒക്കെ എത്തിപ്പെടാൻ നോക്കുവോ? എങ്ങനെയാ അവിടെയൊക്കെ ഉള്ള ഒരു ഇക്കയുടെ ഒരു മേൽനോട്ടമൊക്കെ? 63 അടുത്തും ഒരു ദിവസം എത്താൻ എനിക്ക് പറ്റില്ല. എന്നാലും 3-4 ദിവസം കൊണ്ട് എല്ലാ ഷോപ്പുകളിലേക്കും ഞാൻ എത്തും. എപ്പോഴും 3-4 ദിവസം കഴിയുമ്പോൾ എൻ്റെ ഇത് ബേക്കറിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട്. ഞാൻ എപ്പോഴും ഉച്ചവരെ അവിടെയാണ് ഇരിക്കുക. എല്ലാ ബേക്കറിയിലേക്കും ഒരൊറ്റ 3 പോയിന്റ് ഉണ്ട്. മെയിൻ മറ്റേ കുട്ടമ്പശ്ശേരി ആലുവയിൽ ഒരു 250 പേര് ജോലി ചെയ്യുന്ന ഒരു കമ്പനി അവിടെ ഉണ്ട്. പിന്നെ അടിമാലിയുണ്ട്, തൊടുപുഴയുണ്ട് ചെറുത്. അപ്പോൾ ഇതാണ് മെയിൻ. അപ്പോൾ ഉച്ചവരെ എപ്പോഴും ഇവിടെ ഇരിക്കും. ഉച്ചയ്ക്ക് ശേഷം ഞാൻ വണ്ടി എടുത്ത് ഇങ്ങനെ ഇറങ്ങും. ഓരോ സ്ഥലത്ത് ഫ്രണ്ടിൽ കൂടെ കയറി കിച്ചണിൽ കൂടെ ഇറങ്ങി പോകും. അപ്പോൾ വേറെ അധികം സമയം നിൽക്കില്ല. ആകെ 24 മണിക്കൂറല്ലേ ഉള്ളൂ. രാത്രി 2 മണി വരെ ഇപ്പോഴും ഞാൻ പുറത്തായിരിക്കും. 2 മണിക്ക് വീട്ടിലെത്ത്. പണ്ടേ ശീലമാണ്. 2 മണിക്ക് മുമ്പ് വീട്ടിലെത്ത വൈഫ് ചോദിക്കുന്നത് നേരത്തെ വന്നിരിക്കണേ എന്നുള്ളത്. അവർ ഉറങ്ങിയതിന് ശേഷം ഞാൻ എപ്പോഴും എത്താറുള്ളൂ. ഓക്കെ, അപ്പൊ 2 മണിക്ക് എത്തി. അപ്പൊ ഉറങ്ങുമ്പോ ഒരു 3 മണിയാവുന്നുണ്ടാവും. രാവിലെ എപ്പോ എണീക്കും? 8 മണിക്കാണ്. ഓ, അപ്പൊ ആ 5 മണിക്കൂറത്തെ ഉറക്കം മതിയാവും. ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇറങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് ശരിയാവില്ല. ഓക്കെ, അപ്പൊ ഇത്രയും ഉഷാറായിട്ടും ആക്റ്റീവായിട്ടും ഇന്നും നല്ല എന്താ പറയാ യൂത്തിന്റെ ഒപ്പം വൈബും ഒക്കെ ആയിട്ട് ഇപ്പോഴും നിൽക്കുന്ന മിസ്റ്റർ റഫീഖ് എന്ന് പറയുന്ന പയ്യനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ ദിവസം ചിലതോറും. എങ്ങനെയാണ് പ്രായം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ അതിനെയൊക്കെ വെച്ച് ആക്റ്റീവ് ആവാനും ഒരു ദിവസം എങ്ങനെയാണ് യൂഷ്വലി അതെങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ശരിക്കും എല്ലാ ദിവസവും തിരക്കിലേക്ക് പോയാൽ പ്രായം കുറയും. വെറുതെ നമ്മൾ ഇരിക്കുമ്പോഴാണ് പ്രായം തോന്നുന്നു. എനിക്ക് 360 ദിവസം ജോലി ചെയ്യുന്ന ആളാണ്. പെരുന്നാളോ ഓണോ വിഷുവോ അങ്ങനെ ഒന്നുമില്ല. ഫുഡായതുകൊണ്ട് പ്രത്യേകിച്ച് എല്ലാ ദിവസവും വർക്ക് ചെയ്യും. എല്ലാ ദിവസവും ഞാൻ ഒരു ദിവസം പോലും ലീവ് എടുക്കാറില്ല. പിന്നെ ശരീരം ഇങ്ങനെയാണ്, പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ബോഡി ജിമ്മിലൊക്കെ പോയിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പ്രായമാവരുത് എന്നൊരു ആഗ്രഹം കുറച്ച് കാലം കൂടി ഇങ്ങനെയൊക്കെ പോകണം. നമ്മുടെ മുമ്പിൽ മമ്മൂട്ടി എന്നൊരു വലിയ മനുഷ്യൻ കിടപ്പുണ്ടല്ലോ. വിചാരിച്ചാൽ അങ്ങനെ ആവാന്ന് അദ്ദേഹമാണ് കാണിച്ചത്. നമ്മൾ വിചാരിച്ചാൽ അപ്പൊ അദ്ദേഹമാണ് വിചാരിച്ചാൽ നമുക്ക് ഇങ്ങനെ പിടിച്ചു നിർത്താം വേണമെങ്കിൽ. അപ്പൊ അങ്ങനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ്. അവിടെയും നിർത്തിയിട്ടില്ലെങ്കിലും. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ഇന്നിപ്പോ ചൊക്ലിയിൽ കൂടെ പഠിച്ചു നിന്ന ഫ്രണ്ട്സിനെ കാണുമ്പോൾ അവരുടെ കൂടെ നിൽക്കുമ്പോൾ അവരുടെ ഒരു മകൻ എന്നുള്ള രീതിയിലായിരിക്കും ഇപ്പൊ നിൽക്കുന്നത് ലുക്ക് വൈസ്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഇപ്പം മറ്റേ പഴയ സ്റ്റുഡന്റ് ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുപോലെയൊക്കെ വിളിക്കുകയാണ് ഒന്ന് ചെല്ലണം അവരുടെ മുമ്പിലേക്ക്. ഞാൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ചെല്ലണം. ഇപ്പൊ അടുത്ത സുഹൃത്തുക്കളേക്കാണ്. അപ്പൊ അവരൊക്കെ ഒരു 63-64 വയസ്സൊക്കെ എങ്ങനെയായിരിക്കും. അപ്പൊ ആ ഒരു ഇതിലാണ് ലുക്കിലാണ് അവരുള്ളത്. ഇപ്പൊ ഞാൻ ഈ ലുക്കിലാണ് നിൽക്കുന്നത്. ഇപ്പൊ എല്ലാവരെയും കാണാറില്ല. അടുത്ത സുഹൃത്തുക്കളെയൊക്കെ കാണുമ്പോൾ അപ്പോഴെനിക്ക് തോന്നാറുണ്ട് പറയുന്നത് ശരിയാണ്, വലിയ പ്രായമൊന്നും എനിക്ക് കാണുന്നില്ല എന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്.